ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാരഗ്രന്ഥനൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2025 ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 11 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 12th ക്വസ്റ്റ്യനും 13th ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ. ഇതിനോട് നമുക്കൊരു റഫ് സ്കെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എക്സ് സ്ക്വയർ എഴുതി, പിന്നെ വൈ സ്ക്വയർ എഴുതി, ഈസ് ഈക്വൽ ടു 16. ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഒറിജിൻ, ഒരു സർക്കിളിന്റെ ഒറിജിൻ 0 0 ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെന്ന് അറിയാം. സോ ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16, therefore ആർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. അപ്പൊ റേഡിയസ് നമുക്ക് എന്ത് കിട്ടി? അവിടെ 4 കിട്ടി. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു റഫ് സ്കെച്ച് വരയ്ക്കും. എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വെച്ചിട്ട് നമ്മൾ റഫ് സ്കെച്ച് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റ്, ഇവിടെ 4 പോയിന്റും എന്ത് ചെയ്യാം? ഒന്ന് നമുക്ക് അടയാളപ്പെടുത്താം. കാരണം നമുക്ക് ലിമിറ്റ് എടുക്കാൻ ആവശ്യമാണ്. എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 4 0 വരും. ഇവിടെ ബി എന്തായിരിക്കും? 0 എക്സ് 0 വൈ പോസിറ്റീവ് 4, ഇവിടെ എക്സ് നെഗറ്റീവ് 4 വൈ 0, ഇവിടെ എക്സ് 0 വൈ നെഗറ്റീവ് 4. അപ്പൊ നമുക്ക് ഇങ്ങനെ 4 പോയിന്റ്സ് ഇവിടെ കിട്ടി. ഈ പോയിന്റ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? അടുത്ത ഒരു സെക്ഷൻ ഉണ്ട്, ഇവിടെ നോക്കി നോക്കൂ. റഫ് ഫിഗർ. അപ്പൊ ഫസ്റ്റ് പാർട്ട് അവിടെ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഹെൻസ് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ 16 മൈനസ് എക്സ് സ്ക്വയർ ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് യൂസിങ് ഇന്റിഗ്രേഷൻ. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് നമ്മുടെ ഇവിടെയാണ് അല്ലെ, ഈ സർക്കിളിന്റെ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടുത്തെ ഇന്റിഗ്രേഷൻ, ഈ ഒരു പാർട്ടിന്റെ ഇന്റിഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് ഇന്റിഗ്രേഷൻ കാണാനാണ് പറയുന്നത്. ലിമിറ്റ് ഓൾറെഡി നമുക്ക് അറിയാം, ബിക്കോസ് പോയിന്റ് നമ്മളിവിടെ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്, ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. വൈ നമുക്ക് ഇവിടുന്ന് കിട്ടും. വൈ സ്ക്വയർ 16 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ലിമിറ്റ് ഏതാ വരിക? ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് എന്താണ്? -4ഉം അപ്പർ ലിമിറ്റ് എന്താണ്? 0 ആണ്. ഇനി ഇതിന് നമുക്ക് ഇന്റിഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, അത് നമുക്ക് റീകോൾ ചെയ്തെടുക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ നോക്കി നോക്കൂ, ആ ഫോം അല്ലേന്ന് അല്ലേ? ഇവിടെ 16 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിന്റെ പ്രോപ്പർട്ടി എന്താ വരിക? എക്സ് മൈനസ് എ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് വരും അല്ലെ. ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് ഇന്റിഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോ നമുക്ക് നോക്കി നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എക്സ് ബൈ എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി നമ്മൾ എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് എടുക്കാം. എന്താണ്? റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കി നോക്കാം. റൂട്ട് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ഇതേ രീതിയിൽ എന്ത് ചെയ്യണം? ഇന്റിഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കി നോക്കാം എന്താ കിട്ടുക. ഇവിടെ എ സ്ക്വയർ മൈനസ്, ഇപ്പൊ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ. എക്സ് ബൈ അവിടെ എ എന്തായി? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാലോ? 60 എന്ന് പറഞ്ഞാല് 4 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തത്. എ സ്ക്വയർ ഇവിടെ എന്താണ്? 16 ആണ്. അപ്പോ എ എന്തായി? എ എന്നുള്ളടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? 4 എന്ന് കൊടുക്കും. ഓക്കെ, എ സ്ക്വയർ ഇവിടെ സോറി എ സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ എ സ്ക്വയർ ബൈ 2 ആണ് കേട്ടോ. ഇവിടെ പ്രോപ്പർട്ടിയിൽ എ സ്ക്വയർ ബൈ 2 ആണ്. എക്സ് ബൈ എ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ അതിൽ എ എന്ന് പറയുന്നത് 4. അപ്പൊ ഇവിടെ എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് എക്സ് തന്നെ. എ എന്തായിരിക്കും? 2 ആയിരിക്കും. റൂട്ട് ഇവിടെ 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 16 ബൈ 2 സൈൻ ഇൻവേഴ്സ്
x/4. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എന്റെ പകരം 4 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ ഉള്ളത് മുഴുവൻ നമ്മൾ ഇവിടെ കൊടുത്തു, ഈ ഒരു പ്രോപ്പർട്ടിയിൽ കൊടുത്തു. ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x/4 റൂട്ട് 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 8 സൈൻ ഇൻവേഴ്സിന്റെ x/a എന്ന് കിട്ടും, x/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം? നമ്മള് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അല്ലെ? എന്ത് ലോവർ ലിമിറ്റ് -4ഉം അപ്പർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ അപ്പർ ലിമിറ്റ് 0 ആണ്. ഇവിടെയൊക്കെ 0 കൊടുത്താൽ 0/4. അപ്പൊ 0 മൾട്ടിപ്ലൈഡ് ബൈ എനി നമ്പർ എന്തായിരിക്കും? 0. അപ്പൊ അവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 8 സൈൻ ഇൻവേഴ്സ്, അവിടെയും എന്തായി? 0/4 0 മൈനസ്. അപ്പോ അപ്പർ ലിമിറ്റ് ഇപ്പൊ നമ്മളോട് കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോ -4 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ -4/4 സൈൻ അല്ല, റൂട്ട് 16 മൈനസ് 4 സ്ക്വയർ 16 തന്നെ. അപ്പോ 0. അപ്പൊ അവിടെയും അത് എന്തായി? 0 ആയി. പ്ലസ് 8 സൈൻ ഇൻവേഴ്സ്, ഇവിടെ എന്തായി? എക്സ് നമുക്ക് -4 കൊടുക്കാം. -4/4 ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് 0 ആയി, ഇവിടെ സൈൻ 0 ആയി, ഇതും 0 ആയി, അതൊക്കെ പോയി. ഇനി നമുക്ക് ബാക്കി എന്താ ഉള്ളത്? ഇതാണുള്ളത്. അപ്പൊ 8 സൈൻ ഇൻവേഴ്സ്, ഇവിടെ മൈനസ് കിട്ടും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക നെഗറ്റീവ് സൈൻ ഇൻവേഴ്സ് -1 ഇതാണ് കിട്ടുക. ഇനി നമുക്കറിയാം -8 സൈൻ ഇൻവേഴ്സ് -1. സൈൻ ഇൻവേഴ്സ് -1ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? π/2 ആണ് അല്ലെ? നെഗറ്റീവ് π/2 ആണ്. അപ്പോ അതിവിടെ കൊടുത്തു 2 4 ടൈംസ്. അപ്പോ നെഗറ്റീവ് പോസിറ്റീവ് 4π ആണ് നമ്മളുടെ ഏരിയ ബൗണ്ടഡ് മറ്റേ ഇന്റിഗ്രേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ. +4π പ്ലസ് 4π ആണ്. അപ്പൊ എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് hence find the area bounded by the curve y square equal to 16 minus x square in the third quadrant using integration. അപ്പൊ ഇന്റിഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ ബൗണ്ട് ചെയ്ത വാല്യൂ എന്താ കിട്ടിയത്? +4π. നെഗറ്റീവ് എന്തായിരിക്കും? അത് പോസിറ്റീവ് ആവും. അപ്പൊ +4π ആണ് ഇതിന്റെ വാല്യൂ. ഇനി അതിൽ തന്നെ നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Evaluate 13th question. 0 to a root x by root x plus root a minus x dx. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതില് നമ്മൾ എന്താണ് ഒരു പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. 0 to a of f of x dx is equal to 0 to a f of a minus x dx. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇന്റിഗ്രേഷൻ എളുപ്പത്തിൽ ചെയ്യാം. ഇത് നമ്മളുടെ ഒരു ഇന്റഗ്രൽ ഐ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഐ നമ്മളുടെ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇനി ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ്, ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? എ മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ക്വസ്റ്റ്യൻ തന്നെ നമ്മളുടെ ഇക്വേഷൻ നമ്പർ ഒരു ഇന്റഗ്രൽ. അപ്പൊ സെക്കൻഡ് ഇന്റഗ്രലിൽ വേറെ ഒരു ഐ നമുക്ക് എന്ത് കൊടുക്കാം? 0 to a. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എ മൈനസ് എക്സ് കൊടുക്കാം. അപ്പൊ ഇവിടെ എക്സ് ഉള്ളോടത്ത് എ മൈനസ് എക്സ് കൊടുക്കുക. ഇവിടെയും എന്താണ്? എ അതേപോലെ തന്നെ വെച്ചിട്ട് എക്സ് ഉള്ളോടത്ത് എന്ത് കൊടുക്കുക? എ മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. റൂട്ട് എ മൈനസ് എക്സ്, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ ക്യാൻസൽ ആയി മൈനസ് പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇവിടെ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, മൈനസ് പോയി മൈനസ് പ്ലസ് എക്സ് കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു ഇന്റഗ്രൽ ഇത്, രണ്ടാമത്തെ ഇന്റഗ്രൽ ഇത്. അപ്പൊ ഇക്വേഷൻ 1ഉം 2ഉം കൂടിയും ആഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ 0 to a x divided by root x plus root a minus x plus with respect to dx plus ഇവിടത്തെ 0 to a
റൂട്ട് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് എക്സ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയോക്കൂ, ഡിനോമിനേറ്റർ സെയിം ആണ്, മുകളിൽ എന്താണ് ന്യൂമറേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 0 to a റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഓക്കെ, അപ്പൊ മുകളിലും താഴെയും സെയിം ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. നോക്കി നോക്കൂ, രണ്ടും എന്താണ് സെയിം ആണ്. ഇവിടെയും റൂട്ട് എക്സ് പ്ലസ്, ഇവിടെ റൂട്ട് ഉണ്ട് കേട്ടോ, ഇവിടെ റൂട്ടാണേ. അപ്പൊ ഇവിടെ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്, ഇവിടെയും റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട്, രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും എന്തായി, ക്യാൻസൽ ആയി. അപ്പോ 0 to a 1 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അല്ലെ. അപ്പൊ 1ന്റെ ഇന്റിഗ്രേഷൻ എന്താണ്, എക്സ് ആണ്. അപ്പോ എക്സ് അതിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ എന്ന് കിട്ടും. ഓക്കെ, ഇനി എ 1/, ഒരു മിനിറ്റ്. അപ്പൊ എ കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്തില്ലേ, അപ്പൊ ഇത് നമ്മളുടെ ഐ ആണ്, ഇതും എന്താണ് നമ്മളുടെ ഐ ആണ്. അപ്പൊ ഐ പ്ലസ് ഐ നോക്കൂ, നമ്മൾ ഇവിടെ ഐ പ്ലസ് ഐ എന്ത് വരും, 2i വരും. അത് നമ്മളിവിടെ എഴുതിയില്ല, 2i. ഇപ്പൊ 2i ആണ്. അപ്പൊ ഈ കിട്ടണത് നമുക്ക് എന്താണ്, 2i ആണ്. ഈ വാല്യൂ കിട്ടിയത് 2i ആണ്. അപ്പോ ഐ എന്ന് മാത്രമാണെങ്കിൽ ഈ ഒരു 2 നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 1/2 അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് 1/2 അവിടെ ഉണ്ടാവും. അപ്പോ a/2 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്, ലാസ്റ്റില് a/2 കിട്ടും. കാരണം ഇന്റഗ്രൽ 1ഉം ഇന്റഗ്രൽ 2ഉം നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഐ പ്ലസ് ഐ നമുക്ക് അവിടെ എന്ത് കിട്ടി, 2i എന്ന് കിട്ടി. 2iന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. ആഡ് ചെയ്യുമ്പോൾ 2iയിലെ 2 എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി നമുക്ക് അറിയാം അല്ലെ. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് എന്തായി മാറും, ഡിവിഷൻ ആയി മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇനിയും ഒരു 7 പ്രോബ്ലംസ് കൂടി ചെയ്ത് തീർക്കാണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ടിൽ ദെൻ ബൈ.